പ്ലീസ് റെസ്പെക്ട് മൈ ഡോട്ടേഴ്സ് വേർഡ്സ്. ഞാനേ നിർത്തി. കുറച്ച് ചെറിയ ആളുകളൊക്കെ കയറി വന്ന് കുറേ വീഡിയോസ് അവരുടെ എക്സ്പീരിയൻസിനൊക്കെ പറയുന്നുണ്ട്. അതും കൂടെ പാപ്പ ഹർട്ടാവില്ലേ? അവർക്ക് ഹർട്ടാവില്ലേ? എന്നെ വിട്ടേക്ക്. ഐ എം കീപ്പിംഗ് അപ്പ് മൈ വേർഡ്സ്. എൻ്റെ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട്. നിങ്ങളും പാലിക്കുന്നത് ന്യായമല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കുക. നിർത്തുക. കരഞ്ഞു തളർന്ന കണ്ണീരുമായി തന്നെ നിൽക്കുന്ന ബാലയുടെ ചിത്രങ്ങൾ എല്ലാവരുടെ കണ്ണിലേക്കും എത്തുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ളവർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ബാല ഇപ്പോൾ എല്ലാവരുടെയും പ്രീതി നേടിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ബാലയുടെ വീഡിയോ പുറത്തു വന്നപ്പോൾ അതിൽ പറയുന്ന ഒരു പ്രത്യേക കാര്യങ്ങളുണ്ട്. അതായത് ഒന്നും പറയാതെ, ശരിക്കും പറഞ്ഞാൽ ആരെയും കുറ്റം പറയാതെ ബാല ശ്രമിച്ചു പോകുന്നതാണ് കാണുന്നത്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഇനി തൊട്ടൊരു കാര്യത്തിലും ഞാൻ സംസാരിക്കില്ലെന്ന്. ആ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട്. ഒരു സിറ്റുവേഷൻ അവർ തന്നെ അത് ഹേർട്ടാക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ വാക്കുകൾ നമ്മൾ ബഹുമാനിക്കണം. പറഞ്ഞ വാക്ക് വാക്കായിരിക്കണം. അത് പറഞ്ഞിട്ട് 3 ദിവസമായിട്ട് ആരാണ് ക്യാമ്പയിനിങ് നടത്തുന്നത്? എന്നെ വിളിച്ചൊരു മീഡിയയ്ക്ക് അഭിമുഖം തരാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇതിനെക്കുറിച്ച് ഇനി ആര് ചോദിച്ചാലും ഞാൻ വാ തുറന്ന് സംസാരിക്കില്ല. പക്ഷെ ആരെന്ന് പോലും അറിയാത്ത ആളുകൾ വന്ന് ഈ ടോപ്പിക് എടുത്ത് വീഡിയോ ഇട്ട് സംസാരിക്കുന്നത് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. അവരെല്ലാവരും അവരുടെ കുടുംബത്തെ നോക്കട്ടെ. ഞാൻ കളി നിർത്തി, വിഷമിക്കേണ്ട, എല്ലാം നന്മയ്ക്കാണ്, ഞാൻ മടങ്ങുവാണ്, ദയവ് ചെയ്ത് എൻ്റെ മകളുടെ വാക്കുകൾ റെസ്പെക്റ്റ് കൊടുക്കണം എന്നും ഞാൻ നിർത്തിയല്ലോ എന്നും ചില ചെറിയ ആളുകൾ വന്ന് അവരുടെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതും പാപ്പുവിനെ വേദനിപ്പിക്കുകയല്ലേ, എന്നെ വിട്ടേക്കൂ എന്നും പറയുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ പാലിക്കുന്നുണ്ട്, നിങ്ങളും പാലിക്കുന്നതല്ലേ ന്യായം? ചിന്തിച്ചു നോക്കി നിർത്തുക. ഇങ്ങനെയാണ് ബാല പുതിയ വീഡിയോയിൽ പറഞ്ഞത്. ബാലയെ പിന്തുണയ്ക്കുന്ന കമന്റുകൾ കുറയ്ക്കുകയാണ് ഇപ്പോൾ കമന്റ് ബോക്സിൽ. ഇപ്പോൾ അമൃതയുടെ PA കുക്കു എനോലയുടെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ബാലയ്ക്കൊപ്പം ജീവിച്ച ആരും പേടി മൂലം അയാളെക്കുറിച്ച് സംസാരിക്കില്ല എന്നും ക്രൂരനായ മനുഷ്യനാണ് അയാളെന്നുമായിരുന്നു വെളിപ്പെടുത്തൽ. മകളെ സ്നേഹിക്കുന്ന അച്ഛനോ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവോ അല്ല എന്നും മീഡിയയ്ക്ക് മുന്നിൽ അഭിനയിക്കുകയാണ് ബാല എന്നും കൂട്ടിച്ചേർത്തു. നിയമപരമായി ബാല എലിസബത്തിനെ വിവാഹം കഴിച്ചിട്ടില്ല. എലിസബത്തും അമൃതയും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ ശേഷം അമൃതയുടെ ഫോൺ ബാല നശിപ്പിച്ചു. വീട്ടുകാരുമായി ബന്ധമില്ലാതാക്കി. മദ്യപിക്കാൻ കൂട്ടുകാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. പാതിരാത്രി അവർക്ക് വച്ചു വിളമ്പി. എച്ചിൽ പാത്രം കഴുകലായിരുന്നു അമൃതയുടെ പണി. തിരിച്ചു ചോദിച്ചാൽ പണി കിട്ടി തല്ലുന്നത് പോലും തല്ലി ചോര വരുത്തും. അൺനാച്ചുറൽ സെക്സ്, അതുപോലെ തന്നെ മാരിറ്റൽ റേപ്പ്, സെക്ഷുവൽ അബ്യൂസ് എന്നിവ അമൃതയ്ക്ക് നേരെയുണ്ടായി. ഇതേ അനുഭവം എലിസബത്തിനുമുണ്ട്. ഒരു ദിവസം ഒരു ജൂനിയർ ആർട്ടിസ്റ്റുമായി ബാല വീട്ടിലെത്തുകയും കൂടി നടത്തുകയും ചെയ്തു. ഇതോടെ പറ്റുമെങ്കിൽ നിന്നാൽ മതിയെന്നായി എലിസബത്തിനോട് പറഞ്ഞത്. അതേസമയം എലിസബത്ത് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. ജീവിതം കൊണ്ട് രക്ഷപ്പെട്ട് ഓടുകയെന്ന് തന്നെ പറയാം. അത്രമാത്രം പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇപ്പോൾ ബാലയുടെ വീട്ടിലെ പ്രശ്നങ്ങൾ എത്തുകയാണ്. കുടുംബ കോടതി പോലെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് തർക്കിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ മകളോട് സ്നേഹമുണ്ടെന്ന് ബാല കാണിക്കേണ്ടത് ഇങ്ങനെയായിരുന്നില്ല എന്ന് പ്രേക്ഷകർ ഊന്നി പറയുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറാൻ ബാലയ്ക്ക് ഒരുപാട് സമയമുണ്ടായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു നിലനിന്നിരുന്നത്. എല്ലാവരും ബാലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു സമയമുണ്ടായിരുന്നു. എന്നാൽ ബാല ഇപ്പോൾ കാണിക്കുന്നത് ഒട്ടും സഹിക്കാനാകാത്ത ചില കാര്യങ്ങളാണെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. അതിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇപ്പോൾ ഓരോ സത്യങ്ങളും ഇതിന് പിന്നാലെ തന്നെ വെളിപ്പെടുത്തുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.